ക്യാൻസർ ആണെന്ന് അറിഞ്ഞാലെങ്കിൽ ഇവർ മിണ്ടായിരിക്കത്തില്ലേ? ഇനിയും വിറ്റ് കാശാക്കേണ്ട കാര്യമുണ്ടോ? ഇവര് മനസാക്ഷിയുള്ളവരാണെങ്കിൽ അങ്ങനെ അറിയുവാണെങ്കിൽ വന്ന് അവര് രേണുവിനെ വിറ്റിട്ട്. എന്റെ പൊന്നാര രേണുസുതി, ഒന്ന് നിർത്തിക്കൂടെ? നിങ്ങൾക്ക് മതിയായില്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയുടെ അടിയിൽ തന്നെ ചില ആളുകൾ വന്ന് കമന്റ് ഇടും, മോനെ നിർത്തടാ, മതിയടാ, ആ സ്ത്രീയെ വെറുതെ വിടറാന്നും പറഞ്ഞ്. അത് പറയാൻ വരുന്ന ആളുകളോടാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒരു താല്പര്യവും ഇല്ല ഈ ചേച്ചിയുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ ഇവരായിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വന്നിരുന്ന് വിളിച്ചു പോവുമ്പോൾ എങ്ങനെ നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്യാതിരിക്കും? അതുപോലെ തന്നെ ഞാൻ എല്ലാവരോടും ഈ വീഡിയോ കുത്തിയിരുന്ന് കാണണമെന്ന് പറയില്ല. രേണുസുതിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു വീഡിയോ കാണാൻ ഇരുന്നാൽ മതി. ബാക്കിയുള്ളവർ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക. രേണുസുതിയുമായി ബന്ധപ്പെട്ട വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ ഇവിടെ കറങ്ങി നടപ്പുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. രേണുസുതി ക്യാൻസർ എന്ന മാരകമായ അസുഖം, കൂടാതെ കിച്ചു, രേണുസുതിയുടെയും കൊല്ലം സുധിയുടെയും, അങ്ങനെ വേണമെങ്കിൽ പറയാം, അത്രയേ ഉള്ളൂ, പറഞ്ഞു വെക്കാം, ആദ്യ പുത്രൻ. കിച്ചുവുമായിട്ടുള്ള ചെറിയ വഴക്കുകൾ, അസുഖം, ഇതിനെപ്പറ്റി എല്ലാം ഇരുന്ന് സംസാരിക്കുന്ന ഒരു പുതിയ ഇൻ്റർവ്യൂ 3 ദിവസം മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇന്നലെയും ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു സംഗതി കണ്ട ഉടനെ എൻ്റെ ഒരു സുഹൃത്താണ് എനിക്ക് അയച്ചു തന്നത്. ഞാനത് കുറച്ചു നേരം ഇരുന്ന് കണ്ടിട്ട് ഇത് ചെയ്യണോ വേണ്ടിയോ എന്ന് ഞാൻ 2-3 പ്രാവശ്യം ആലോചിച്ചു. നിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള ചില ആളുകളോട് ഞാൻ ചോദിച്ചു, ചെയ്യണോ ഈ സാധനം? എനിക്ക് വലിയ താല്പര്യമില്ല. നിങ്ങളുടെ ഇടയിലുള്ള ആളുകൾ തന്നെ എന്നോട് പറഞ്ഞു, എന്തിനാ ചെയ്യാതിരിക്കുന്നത്? സംസാരിക്കാതിനുള്ളത് സംസാരിക്ക്. അവരെന്താ ഈ കാണിച്ച് കൂട്ടുന്നത്? പറയ്. ഞാൻ ഇതിനു മുമ്പും പലതവണ പറഞ്ഞതാണ്. 2-3 വർഷമായി രേണുസുതി നിങ്ങൾ ഈ പരിപാടി തുടങ്ങിയിട്ട്. നിർത്ത്, മതി. എന്തിനാണിത്? എന്ത് കാര്യത്തിന്? നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കി ഇനാഗുറേഷൻസ്, ദുബായ്, ഖത്തർ, ബഹ്റിൻ, ഇങ്ങനെ പോയി കാശുണ്ടാക്കാനാണോ? അല്ല, അതെ ആണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അതിനുവേണ്ടി മാത്രമാണ് ഈ കാട്ടായം മൊത്തം. പക്ഷേ അത്യാവശ്യം ഉണ്ടാക്കിയില്ലേ? നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞ് ഇവിടെ എല്ലാവരും കാശുണ്ടാക്കുന്നുണ്ടല്ലോ എന്ന്. നമ്മൾ നെഗറ്റീവ് പറയുന്നതുകൊണ്ടല്ലേ നിങ്ങൾക്ക് നെഗറ്റീവ് അല്ലാതെ ചേച്ചിയുടെ എന്തെങ്കിലും ഉണ്ടോ പോസിറ്റീവ് പറയാൻ? ചേച്ചി പറ, ഞാൻ പറയാം. ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയാം. എന്തെങ്കിലും ഉണ്ടോ ചേച്ചിയുടെ ഒരു പോസിറ്റീവ് ഒന്ന് ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട്? എനിക്കറിയില്ല. ഞാൻ കുറേ കുത്തിയിരുന്ന് ചകഞ്ഞ് നോക്കി എന്തെങ്കിലും ഒരു പോസിറ്റീവ് പറയാനുണ്ടോ എന്ന്. ഒന്നും കാണുന്നില്ല ചേച്ചി. നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. അത് നിങ്ങളായിട്ട് തന്നെ നമ്മുടെ ഫ്രണ്ടിലേക്ക് ഇട്ട് തരുന്നതാണ് നിങ്ങളുടെ നെഗറ്റീവ്. നിർത്തിക്കൂടെ നിങ്ങൾക്ക്? കുറേ ആയില്ലേ? സത്യം പറഞ്ഞാൽ സങ്കടം വരുന്നുണ്ട്. ഒരു പരിധി കൂടുതൽ ഇങ്ങനെ നിങ്ങളെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ള കാര്യം പറയാലോ. എന്നാലും വീണ്ടും വലിച്ചു കീറാനുള്ളത് നിങ്ങൾ തന്നെ തന്നുകൊണ്ടിരിക്കുക. ഇപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ ഇൻ്റർവ്യൂവിൽ എന്തൊക്കെയായിരുന്നു പറയുന്നത്? എന്തൊക്കെ ആ അസുഖത്തിനെ പറ്റി ഉണ്ടെന്നോ ഇല്ലെന്നോ ചേച്ചി ഇപ്പോഴും പറയുന്നില്ല. വേണ്ട, ചേച്ചിയുടെ ഇഷ്ടമാണ്. കിച്ചുവിനെ പറ്റി പറയുമ്പോൾ ഒരു പുച്ഛമാണ്. അവൻ ആ വീട്ടിൽ വന്നപ്പോൾ പോലും എൻ്റെ വീട്ടുകാരൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. അവൻ ഞങ്ങളെപ്പറ്റി കുറ്റം പറഞ്ഞിട്ടും ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന്. ചേച്ചിയുടെ അച്ഛനും അമ്മയ്ക്കും ഒന്നും അവിടെ യാതൊരു റൈറ്റും ഇല്ല ആ വീട്ടിൽ. മനസ്സിലായോ? കിച്ചു വന്ന് കയറുമ്പോഴത്തേക്ക് അവനോട് മുഖം തിരിച്ച് ഇറങ്ങിപ്പോടാ എന്ന് പറയാൻ. അവൻ്റെയും ആ ചെറിയ ചെറുക്കൻ്റെയും പേരിലുള്ള വീടാ അത്. ഞങ്ങൾക്കൊക്കെ അറിയാം കേട്ടോ. ചേച്ചി അത് മറന്നുപോയിട്ടാണ് സംസാരിക്കുന്നത്. ഓർമ്മിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോന്നായിട്ട് ചേച്ചി പറയുന്നത് അങ്ങോട്ട് കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ചുറ്റിപ്പറ്റി കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ വന്ന് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രേണു ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്നൊരു കാര്യമാണ് കേൾക്കാൻ ഇടയായത്. ശരിക്കും രേണു ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണോ? ഇപ്പം ശരിക്കും ഇതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ഇത് പുറത്തു വിട്ടതാരാന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. എന്നെ വിടാതെ 1.5 വർഷമായിട്ട് എന്നെ വിടാതെ പിന്തുടരുന്ന കുറെ യൂട്യൂബേഴ്സ്, നെഗറ്റീവ് ഓളുകൾ, എനിക്ക് നെഗറ്റീവ് ഇടുന്ന കുറെ യൂട്യൂബേഴ്സ്, അതിൽ കൂടുതൽ യൂട്യൂബേഴ്സ് നെഗറ്റീവ് പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളേ. ചേച്ചി ആ പെങ്കൊച്ച് എന്തോ ചേച്ചിയോട് ചോദിച്ചേ? ചേച്ചിക്ക് ആ അസുഖം ഉണ്ടോ, അസുഖം ഇല്ലേ? പല കഥകൾ ഇങ്ങനെ കേൾക്കുന്നു. ഒരൊറ്റ വാക്കിൽ ചേച്ചിക്ക് ഉത്തരം പറയാം. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. അതാണ് അതിനുള്ള മറുപടി. ആ പെങ്കൊച്ച് ചോദിച്ചാലുള്ള മറുപടി അതാണ്. ചേച്ചി അത് പറയാതെ കഥയിലോട്ട് പോവുക. ചേച്ചി പറയുന്ന കഥ നമുക്ക് കേൾക്കാം, എന്നിട്ട് ബാക്കി പറയാം. ഇതിൽ ഞാൻ പറയാനുള്ളത്, എന്നെ വിറ്റ് ക്യാഷ് ഉണ്ടാക്കുന്ന, എന്നെ നെഗറ്റീവ് പറഞ്ഞ്, പോസിറ്റീവ് അല്ല ഞാൻ ഉദ്ദേശിച്ചു, പോസിറ്റീവ് പറയുന്ന ഒരുപാട് പേരുണ്ട്, അവരുണ്ടാക്കേണ്ട സന്തോഷം.
ഈ നെഗറ്റീവ് പറഞ്ഞ് മാത്രം കാശുണ്ടാക്കി എന്നെ എൻ്റെ ഫാമിലിയെ വലിച്ച് പിച്ച് ചീന്തി സൈബർ ബുള്ളിങ് ഏറ്റവും കൂടുതൽ വാങ്ങിത്തരുന്ന കുറച്ച് യൂട്യൂബേഴ്സാണ് ഇത് പുറത്തു വിട്ടേക്കുന്നത്. അപ്പൊ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട അസുഖം തന്നെ, നമുക്ക് എന്തായാലും മരിച്ചാൽ മരിച്ചു എന്ന് വെക്കാം നമുക്ക്. പക്ഷെ ഒരു ക്യാൻസർ പോലത്തെ വലിയൊരു മാരക അസുഖം തന്നെ അതിപ്പം എനിക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഞാനാണ് വെളിപ്പെടുത്തേണ്ടത്. ഉറപ്പായിട്ടും അത്. ഇങ്ങനെയുള്ളവർ എൻ്റെ പുറകെ വിടാതെ എൻ്റെ പുറകെ മണത്ത് നടക്കുന്ന കുറേ ഉണ്ട്. ഞാൻ എവിടെ പോകുന്നു എന്തിനും അങ്ങ് പോവുക, കാർ എടുത്തോണ്ട് പോവുക എൻ്റെ പുറകെ. ഞാൻ അറിഞ്ഞതാണ് ഞാൻ എവിടെ പോകുന്നു എന്തിനു പോകുന്നു. ഇപ്പം നമ്മൾ സ്ത്രീകൾ 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ എല്ലാ മാസവും ഇല്ല അല്ലെങ്കിൽ എല്ലാ വർഷവും നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യണം. ബ്രസ്റ്റ് ക്യാൻസർ ചെക്ക് ചെയ്യണം, അത് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഞാനും അതുപോലെ ചെക്ക് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു ഇതിൽ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ പോയതോ എന്തുവാട്ടെ, ഇനിയിപ്പം അങ്ങനെ എൻ്റെ പുറകെ നടന്ന് തെളിവുണ്ടാക്കി ഇങ്ങനെ ഈ ബാക്കി കേൾക്കാമേ. അതിനു മുമ്പ് സ്ത്രീകൾ, ചേച്ചിമാരെ, പെങ്ങന്മാരെ, നിങ്ങൾ അമ്മമാരെ, നിങ്ങൾ പറയുക, നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ടോ? എനിക്കറിയില്ല കേട്ടോ, എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. 30 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകളും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പോയി ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാറുണ്ടോ? ഐ ഡോണ്ട് നോ. അറിയാവുന്നവർ അതിനെപ്പറ്റി ഒന്ന് പറയുക. ചുമ്മാ അറിയാതെ നമ്മൾ ചുമ്മാ കയറി അങ്ങോട്ട് ചേച്ചിയെ തെറി പറയാനൊന്നും എന്നെ കിട്ടത്തില്ല. അത് നിങ്ങൾക്കേ അറിയാവുള്ളൂ. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളൊന്ന് പറയുക. കൂടാതെ രേണുസുതി, നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞ് കാശുണ്ടാക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞ് ഞങ്ങളൊക്കെ അങ്ങ് കാശുണ്ടാക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. നിങ്ങളെ നല്ലത് പറഞ്ഞ് കാശുണ്ടാക്കാൻ ഇല്ല ചേച്ചി, ഒന്നും ഇല്ല ചേച്ചി, നല്ലതൊന്നും പറയാനില്ല. പൊന്നാര മോളുടെ എന്തെടുത്ത് വെച്ച് പറയും? ഒന്ന് പറ ചേച്ചി. നല്ല ഷോർട്ട് ഫിലിമുകൾ അഭിനയിക്കുന്നു, ഹായ് എന്താ രസം ഷോർട്ട് ഫിലിം കാണാൻ എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ചേച്ചി നല്ല ആൽബങ്ങൾ അഭിനയിക്കുന്ന, ഹായ് എന്താ രസം എന്ന് പറഞ്ഞ് കാശുണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അതൊക്കെ കള്ളത്തരമായി പോവും. ചേച്ചി കുടിച്ച വെള്ളം വരെ ഇങ്ങോട്ട് വന്നു പോവും. മനസ്സിലായോ? ചേച്ചി അഭിനയിച്ച് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ കണ്ട അതാണ് അതിൻ്റെയൊക്കെ അവസ്ഥ. ഓക്കെ, നിങ്ങൾ അതിനെ പൊക്കി പിടിച്ചോളൂ. ഞങ്ങൾക്ക് എങ്ങനെ അതിനെ പൊക്കി പിടിക്കാൻ പറ്റും? ഒന്നും തോന്നുന്നില്ല ഒന്നും കണ്ടിട്ട്. ചേച്ചി പറയുന്ന അത് 6 ലക്ഷമായി 7 ലക്ഷമായി, ഇതൊക്കെ നമ്മളെടുത്ത് ചേച്ചിയെ പറ്റി ഇരുന്ന് റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് നാട്ടുകാർക്കും വെറുപ്പടിച്ചിട്ട് നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ വീഡിയോയിൽ വന്ന് ക്ലിക്ക് ചെയ്യുന്നത്. നിങ്ങൾ അഭിനയിച്ച് വെച്ചേക്കുന്ന സാധനങ്ങളിൽ അത് നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അഭിനയിപ്പിക്കുന്ന ഡയറക്ടേഴ്സിനും അതിനുവേണ്ടി കാശിറക്കുന്ന പ്രൊഡ്യൂസേഴ്സിനും നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ വെച്ച് ഈ സാധനമൊക്കെ ചെയ്യിക്കുന്നത്. ഇത് നമുക്കൊക്കെ മനസ്സിലാവും ചേച്ചി, മനസ്സിലായോ? കുറച്ച് കാലമൊക്കെ ഈ ഫീൽഡിലൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് പിടി കിട്ടും. അല്ലാതെ ചേച്ചിയുടെ അഭിനയം മറ്റേ സൂപ്പറായതുകൊണ്ടല്ല, നെഗറ്റീവ് കൊണ്ട് മാത്രം. ഈ നമ്മളെല്ലാവരും നിങ്ങളെ റിയാക്ട് ചെയ്ത് കാശുണ്ടാക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളെല്ലാവരും റിയാക്ട് ചെയ്ത് എന്തെങ്കിലും കാശ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രമാണ് നിങ്ങളും കാശുണ്ടാക്കി മുന്നോട്ട് പോകുന്നത്. അല്ലാതെ നിങ്ങളുടെ ഒരു കഴിവ് കൊണ്ടും അല്ല. അടിവര ഇട്ട് പറയാത്, മനസ്സിലായോ? അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇന്റർവ്യൂ എന്നും പറഞ്ഞ് കയറിയിരിക്കുന്നത്. കുറച്ചായിട്ട് ആരും വലിയ മൈൻഡ് തരുന്നില്ലല്ലോ. ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. സബ്സ്ക്രിപ്ഷനും ഒക്കെ കുറഞ്ഞില്ലേ? ആൾക്കാർ ഇറങ്ങി പോകുന്നില്ലേ ഇപ്പോൾ? ബാക്കി കേൾക്കാം. സത്യമേതാം ഇത് ഗൾഫിൽ നിന്നോ ദുബായിൽ ഇത് ചെയ്തതാണെന്നും ഇതൊക്കെ എന്ത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണെന്നറിയോ ഇവർ ഈ പറയുന്നത്. ഒരു ഹോസ്പിറ്റലുകാരുടെയും എത്തിക്സിന് എതിരാണ് ആ ഹോസ്പിറ്റലുകാർ അവിടെ ചെയ്തെങ്കിൽ അത് ചെയ്തത്. ഇപ്പൊ എന്തുവാകട്ടെ, ഇപ്പൊ ഒരു പനി വന്ന ഒരു രോഗിയുടെ പോലും അനുവാദമില്ലാതെ ഭർത്താവിനോട് പോലും പറയാൻ ഒരു ഡോക്ടർമാർക്കും ഒരു നഴ്സുമാർക്കും അധികാരമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പേഴ്സണൽ കാര്യമാണ് രോഗിയുടെ രോഗം. ഇത്രയും വലിയൊരു അസുഖം വന്നാലും വന്നില്ലേ അതിങ്ങനെ പുറത്ത് വിടണമെങ്കിൽ അവരുടെ ഒരു ഇനിയിപ്പോൾ അറിഞ്ഞെന്ന് വെച്ചു, ഇവരിത് അറിഞ്ഞു, എന്തേലും ആട്ടെ, അതിനെ വിറ്റ് കാശാക്കുന്ന ഈ സ്ത്രീയോട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ അവന്മാരോട് എന്താണ് നമ്മൾ പറയേണ്ടത്? ഇതിനെ വിറ്റ് കാശാക്കിയോ? വ്യൂസ് കയറിയോ? ആ കാശല്ലേ അവര് വിഴുങ്ങേണ്ടത്. ഞാൻ എന്താ പറയണ്ടത്? നിങ്ങൾക്ക് അമ്മയ്ക്കറിയോ, ഇത് അറിഞ്ഞിട്ട് ഈ ഒരു യൂട്യൂബ് വീഡിയോ അറിഞ്ഞിട്ട് ഒരുപാട് നല്ല മനുഷ്യർ അവരെന്നെ വിളിച്ച് സങ്കടത്തോടെ സംസാരിച്ചു. ഞാൻ അവർക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒന്നിനും ഞാൻ പോയില്ല. നമ്മൾ വിഷമിക്കാതെ ഞാൻ ഓക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ പറയും. അതെ, ഇവര് പറഞ്ഞിട്ടല്ല എൻ്റെ ഒരു കാര്യം അറിയേണ്ടത്. എന്തുവാകട്ടെ ഈ വൃത്തികെട്ട സ്ത്രീ തന്നെ ഇവരെ ചുറ്റിപ്പറ്റിയുള്ള കാര്യം ഇതിനു മുന്നേ ഞാൻ ഒരുപാട് മെഡിക്കൽ അലിഗേഷൻസ് ആയിട്ട് ഇവര് പുറത്ത് വന്നിട്ടുണ്ട്. അബോർഷന്റെ കേസ് കേട്ട് വരെ വന്നിട്ടുണ്ട്. രേണുസുതി ഏത് സ്ത്രീയെ പറ്റിയാണോ പറയുന്നത് എനിക്ക് ആ സ്ത്രീയെ അറിയാനേ പാടില്ല. ആരെങ്കിലും ആയിക്കോട്ടെ, അവരവരുടെ പാട്ടിന് പോയിക്കോട്ടെ, എനിക്കൊന്നും സംസാരിക്കാനില്ല. ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം, ആ ഒരു അസുഖം രേണു എന്ന് പറയുന്ന വ്യക്തിക്ക് ഇല്ലാതിരിക്കട്ടെ, ആർക്കും ഉണ്ടാവരുതെന്നേ നമ്മൾ പ്രാർത്ഥിക്കുകയുള്ളൂ. ആ ഒരു അസുഖം ആർക്കും വരാതിരിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ സാധനം പുറത്തു വന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ആരാണെങ്കിലും, അതായത് വേറൊരാൾ പറയുന്നത് കേട്ടു, ഡീറ്റെയിൽസ് പുറത്തു വിടണം, അങ്ങനെയാണ്, നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും ഒരു പെൺകുട്ടിയോട് ചൂടാവുന്നതും അത് നീ തന്നേ പറ്റൂ. സി, ഒരിക്കലും ഒരു പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒരു ഹോസ്പിറ്റലുകാരും പുറത്തു വിടില്ല. മനസ്സിലായോ? ഇത് ഞാൻ അന്നും പറഞ്ഞൊരു കാര്യമാണ്. അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആരാണോ പുറത്തു വിട്ടത് അവർക്ക് പ്രശ്നമാകും. അത് ഏത് ഹോസ്പിറ്റലുകാർ വഴിയാണോ ഇത് പുറത്തേക്ക് വരുന്നത്, ഏത് ഹോസ്പിറ്റലിൽ നിന്നാണോ പുറത്തു വരുന്നത്, ആ ഹോസ്പിറ്റലിന് പണിയാവും ആ പേഷ്യൻ്റ് ഒരു കേസുമായിട്ട് മുന്നോട്ട് പോയാൽ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. മനസ്സിലായോ? ആരോ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു വീഡിയോയിൽ, ഏതോ ഒരു പെൺകൊച്ചിനോട്ട് തന്നേ പറ്റൂ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ആ ചോദ്യം തന്നെ മണ്ടത്തരമാണ്. ഒരിക്കലും അത് ചോദിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? ഞാൻ മുമ്പും പറഞ്ഞൊരു കാര്യമാണ്. രേണു ഇപ്പം അത് അറിഞ്ഞിട്ട് രേണുവും പറയുന്നുണ്ട് അങ്ങനെ ചെയ്യിക്കാൻ പാടില്ല. രേണുവിന് അതൊക്കെ നേരത്തെ അറിയാവോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഏകദേശം കുറച്ചൊക്കെ ഐഡിയ ഉണ്ടായിരുന്നു അതിനെപ്പറ്റി. ഞാനും എന്നിട്ടിത് പറഞ്ഞതാണ്, ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഒരിക്കലും ഒരാളുടെ അസുഖം, അത് ഇപ്പോൾ എനിക്കൊരു അസുഖമുണ്ട്, എനിക്കൊരു പാർട്ണർ ഉണ്ടെങ്കിൽ പോലും ആ പാർട്ണറിനോട് പോലും ഡോക്ടേഴ്സിന് ഡയറക്റ്റ് പറയണമെങ്കിൽ എൻ്റെ അനുവാദം വേണം. മനസ്സിലായില്ലേ? അങ്ങനൊരു കാര്യമുണ്ട്. ഓക്കെ, ഇല്ലെങ്കിൽ പിന്നെ തീരെ മറ്റേ വയ്യാതെ ഒന്നിനും കൊള്ളാതെ ഞാനിങ്ങനെ കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ പാർട്ണറിനോട് ഡോക്ടർ പറയും, നിങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം, അങ്ങനെ പറയും. എൻ്റെ വൈഫാണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞേക്കും, അതും വൈഫ് ആയതുകൊണ്ട്. അല്ലെങ്കിൽ അമ്മയാണെങ്കിൽ അമ്മയോട്. അതല്ലാതെ വേറെ ആരോടും വിളിച്ചു പോകാനൊന്നും ഒരു ഡോക്ടർക്കും അധികാരമില്ല. അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകൾക്കും ഒരു പേഷ്യൻ്റെ കാര്യങ്ങൾ പുറത്തേക്ക് വിളിച്ചു പറയാൻ പറ്റില്ല. മനസ്സിലായോ? ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ കിച്ചുവിലേക്കൊക്കെ പോകുന്നുണ്ട്. അവിടെയാണ് കളി നടക്കാൻ പോകുന്നത്. എൻ്റെ പൊന്നു രേണു ചേച്ചി, ഇപ്പം ഇത്രയും നിങ്ങൾ പറഞ്ഞതിനകത്ത് ഓക്കെ, നിങ്ങളുടെ കൂടെ നിൽക്കാം. നിങ്ങളുടെ അസുഖത്തിലും കാര്യത്തിലും എനിക്ക് അറിയത്തില്ല ഇപ്പോഴും ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളും പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം. ചോദിച്ച ഒരൊറ്റ ചോദ്യത്തിന് ഒരൊറ്റ മറുപടി മതിയായിരുന്നു, അതിന് പകരം വേറെ എങ്ങോട്ടൊക്കെയോ നിങ്ങൾ കൊണ്ടുപോയി, ആയിക്കോട്ടെ. പക്ഷെ ഇനി നിങ്ങൾ പറയാൻ പോകുന്നത് നിർത്ത് ചേച്ചി, നിർത്ത്. ബാക്കി ഇപ്പോ ചേച്ചി, ഇങ്ങനെ ഒരു അലിഗേഷൻ വന്ന സമയത്ത് നമ്മുടെ കിച്ചു ഇത് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ വിളിക്കോ? എന്നെ വിളിച്ചിട്ടില്ല. ഇല്ല, എന്നെ വിളിച്ച ലാസ്റ്റ് വിളിച്ചത് കുഞ്ഞിനെ കൊണ്ട് പുറത്ത് പൊക്കോട്ടെ അമ്മ എന്ന് ചോദിച്ച് വ്ളോഗ് എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. ഇനി വ്ളോഗ് എടുക്കാൻ വേണ്ടി വന്നെന്ന് പറഞ്ഞാൽ തെറ്റാണ്. അവൻ കുട്ടിയെ കാണാൻ വേണ്ടി വന്നപ്പം വ്ളോഗ് എടുത്തു. അപ്പോൾ എന്നെ വിളിച്ചു. വ്ളോഗിലൂടെയാണ് ഞാൻ കണ്ടത് കുഞ്ഞിനെ കൊണ്ട്. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. വിളിച്ചിട്ട് അമ്മ എന്താ കിച്ചു, കുഞ്ഞിനെ കൊണ്ട് പൊക്കോട്ടെ. പൊക്കോ, ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. റെക്കോർഡ് ഉണ്ടായിരിക്കുമല്ലോ ചിലപ്പോൾ. നിന്റെ അനിയനല്ലേ, നീ കൊണ്ടുപോയിട്ട് സുരക്ഷിതമായിട്ട് തിരിച്ചു കൊണ്ടുവരും ഞാൻ പറഞ്ഞു. അതെനിക്ക് പറയേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. അതെ അതെ. അപ്പോ പിന്നെ വിളിച്ചിട്ടില്ല എന്നെ. ഇത് സത്യമാണോ? അവരുടെ വീട്ടുകാരും വിളിച്ചിട്ടില്ല, ആരും വിളിച്ചിട്ടില്ല. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, അതാണ് എന്നെ അറിയാവുന്നവരും എന്നെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരും എനിക്ക് മനസ്സിലായത്. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ലല്ലോ. ഞാൻ ഒരിടത്തും വന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഉണ്ടാക്കിയവർക്ക് ചെറിയ രീതിയിൽ ഒരു താങ്ക്സ് പറയാം. എന്താന്ന് വെച്ചല്ലേ, എന്നെ മനസ്സിലാക്കുന്നവരെ, സ്നേഹിക്കുന്നവര്, സത്യമാണ് രേണു എന്തുകൊണ്ട് എന്തുവാട്ടെ ഇത് ഓക്കെ അല്ലെന്ന് ചോദിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. വിരലിൽ എണ്ണാവുന്ന ഒരുപാട് പേര്. വിരലിൽ എണ്ണാൻ പറ്റുന്ന ഒരുപാട് പേരോ? ചേച്ചി സംസാരിക്കാൻ പോലും ചേച്ചിക്ക് അറിയത്തില്ല. അതാദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലായോ? മിസ്സസ് സുധി, അങ്ങനെ പറയായിരിക്കുമല്ലോ അല്ലേ? അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ച, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എല്ലാവർക്കും അതാണ് ഇഷ്ടം. അപ്പം രേഷ്മ പി തങ്കച്ച, നിങ്ങൾക്ക് സംസാരിക്കാനേ അറിയില്ല. വിരലിൽ എണ്ണാവുന്ന ഒരുപാട് ആളുകൾ. നിങ്ങൾക്ക് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങളുടെ വീഡിയോകൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ നാക്കാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ശാപം. മനസ്സിലായോ? മിക്കപ്പോഴും നിങ്ങൾക്ക് പണി കിട്ടുന്നത് അതിനകത്താണ്. ഇപ്പോഴും അതൊക്കെ തന്നെ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെയാണ് കൂടെ നിൽക്കാന്ന് മനസ്സിലായി. അതെ. അപ്പോൾ ഇതുപോലെ ഒരു ഇനോഗ്രേഷന് കിച്ചുവിന് ആദ്യമായിട്ട് കിട്ടിയ ഒരു ഇനോഗ്രേഷന് പോകുന്ന സമയത്ത് ഒരു മീഡിയക്കാരൻ കിച്ചുവിനോട് ചോദിക്കുന്നുണ്ട്, രേണു ചേച്ചിയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പം കൈകൊപ്പിയിട്ട് ഒന്നും പറയാതെ അവൻ പോയി. തിരിച്ച് ഞാനും അങ്ങനെ അതേപോലെ തന്നെ ചേച്ചി ചെയ്തു. അതിന്റെ അടിയിൽ കമന്റ് എന്നോട് ചെയ്താണ് ഞാനും ചെയ്തത്. എനിക്ക് മാത്രം ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ സൂപ്പറാണെന്നല്ലേ പറഞ്ഞു, നന്നായി വരട്ടെ, സൂപ്പർ. എന്നെ ചോദിക്കരുത്, ഇതല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അവൻ അഴുക്കാന്ന് പറഞ്ഞില്ല, അവൻ ചെയ്യുന്ന മോശമാന്ന് ഒന്നും ഞാൻ പറഞ്ഞില്ല. നല്ലത് വരട്ടെ, സൂപ്പർ. എന്നെ എങ്ങനെ കാണിച്ചാൽ അതുപോലെ എനിക്ക് കാണിക്കാൻ പറ്റത്തുള്ളന്നേ. ഞാനും മനുഷ്യനാണ്. ബാക്കി കേക്കാവേ. ചേച്ചി 34 വയസ്സില്ലേ? അവൻ എത്ര വയസ്സുണ്ട്? 21 വയസ്സ്. മോനാന്നാണല്ലോ പറയുന്നത്. എങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഒരു ഡയലോഗ് നിങ്ങൾക്ക് അടിക്കാൻ പറ്റി? എന്നോട് എങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പറയാം, ഈ ഡയലോഗ് അടിക്കാം. നിങ്ങളുടെ ഒരു സുഹൃത്തിനെ പറ്റി സംസാരിക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഡയലോഗ് അടിക്കാം. മനസ്സിലായോ? നിന്റെ ഒരു ബന്ധുവിനെ പറ്റി നിനക്ക് സംസാരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പറയാം. നിന്റെ ചേച്ചിയെ പറ്റി പറയുമ്പോൾ നിനക്ക് ഇങ്ങനെ പറയാം.
നീ 24 മണിക്കൂറും എൻ്റെ മോനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ചെറുക്കനും നീയും തമ്മിലാണോ നീ താരതമ്യം ചെയ്യുന്നത്? പൊന്നാര രേണുവേ, 21 വയസ്സുള്ള അതും 34 വയസ്സുള്ള നീയുമായിട്ടാണോ താരതമ്യം ചെയ്യുന്നത്? അവൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ ചെയ്യത്തുള്ളൂ. ഞാനും മനുഷ്യനാണെന്ന് ഞങ്ങൾക്കും അറിയാം. പക്ഷേ തീരെ വിവരമില്ലാത്തൊരു മനുഷ്യനാണെന്നതേ ഈ പോയിന്റ് എനിക്ക് പിടികിട്ടി. നിങ്ങൾക്ക് നേരത്തെ പിടികിട്ടിയതായിരിക്കും. അല്ല, നേരത്തെ എനിക്കും മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഇപ്പതേ അത് കൺഫേം ആയി. എന്താന്നാ രേണു രേഷ്മ തങ്കച്ച എന്തുവാ ശരിക്കും രേണു ചേച്ചിന്റെ ഇടയിലും കിച്ചുവിന്റെ ഇടയിലും സംഭവിച്ചത് എനിക്കറിയില്ല. റാസൽ ഗെയിമെ വെച്ച് ലാസ്റ്റ് വരെ എന്നെ ഫോൺ ചെയ്ത് ഞാൻ പൈസ ഇട്ട് കൊടുത്തതാണ്. എന്നാലും ചേച്ചിയുടെ ഒരു മനസ്സിലൊരു തോന്നൽ എന്തായാലും എനിക്കറിയില്ല. അത് പിറ്റേ ദിവസം തന്നെ ഫേസ്ബുക്കിൽ കിച്ചു തന്നെ പറയുന്നുണ്ട് എന്നെ ആരും മാനിപ്പുലേറ്റ് ചെയ്തതല്ല, അല്ലെങ്കിൽ അല്ലായിരിക്കും. ഞാൻ എന്നെ മാനിപ്പുലേറ്റ് ചെയ്താന്നൊന്നും എങ്ങും പറയുന്നില്ല. പിറ്റേ ദിവസം ഒരു ഫോട്ടോ വന്ന് എനിക്കെതിരെ നെഗറ്റീവ് അടിച്ച് കിച്ചുവിനെ വരെ നെഗറ്റീവ് അടിച്ച സ്ത്രീയാണ് അവര്. അവരുടെ കൂടെ നിൽക്കുന്ന ഈ ഫോട്ടോ. എനിക്കെന്ത് ചൊറിയാനാണ്? കുരു പൊട്ടുന്നവർക്ക് പൊട്ടട്ടെ, എനിക്ക് എന്ത് കുരു പൊട്ടാനാടി? ഒന്നും പൊട്ടാനില്ല എനിക്ക്. മനസ്സിലായോ? 11 വയസ്സ് കിട്ടിയതാ. അത് തൊട്ട് 18 വയസ്സ് വരെ നോക്കാൻ പറ്റുമെങ്കിൽ, നോക്കാൻ അറിയാമായിരുന്നെങ്കിൽ, അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഇതുണ്ടായിരുന്നെങ്കിൽ ബോർഡിങ് സ്വിച്ചായിട്ട് ആ ബോർഡിങ് കൊണ്ട് നിർത്തിയേക്ക് നോക്കത്തില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. 18 വയസ്സ് വരെ കൂടെ ഉണ്ടായിരുന്നല്ലോ. സൂചേട്ടൻ മരിച്ചോടം വരെ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. രേണു രേഷ്മ പി തങ്കച്ച, സുധിച്ചേട്ടൻ മരിച്ചോളം വരെ നിങ്ങളുടെ കൂടെ അവനുണ്ടായിരുന്നു. സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം എന്താണ് അവൻ നിങ്ങളുടെ കൂടെ നിൽക്കാത്തത്? എന്താ നിൽക്കാത്തത്? അല്ല, നിങ്ങളെ അത്രയ്ക്കും സ്നേഹമായിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ എനിക്ക് വേണമെങ്കിൽ അവനെ ബോർഡിങ്ങിലാക്കാൻ പറയായിരുന്നു. ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ഇങ്ങനെ ആക്കാൻ പറഞ്ഞായിരുന്നെങ്കിൽ ആ മനുഷ്യന് ബോർഡിങ്ങിൽ കൊണ്ട് ചേർക്കാനുള്ള സാമ്പത്തികം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? കടവും പിടവും മേടിച്ചല്ലേ നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ? അതുകൊണ്ടല്ലേ ബോർഡിങ്ങിൽ കൊണ്ടാക്കാൻ പറയാഞ്ഞത്? ഇതുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ പറഞ്ഞേനെ ചേച്ചി. എൻ്റെ ഒരു സംശയമാണ്. അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം ഇപ്പം ഇത് പറയുന്നു 18 വയസ്സ് വരെ ഞാൻ നോക്കിയില്ലേന്ന്. നോക്കിയതിൻ്റെ കണക്ക് വേണ്ട, പോട്ടെ. കണക്ക് പറഞ്ഞൊന്നും പറയുന്നില്ല, പോട്ടെ. പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എന്തുകൊണ്ട് സുധി എന്ന് പറയുന്ന വ്യക്തി മരിച്ചതിന് ശേഷം കിച്ചു നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല? ഒരുപാട് റീസൺസ് അവനും കൊണ്ട് നിങ്ങൾക്കും ഉണ്ട് പറയാൻ. അവൻ്റെ വിദ്യാഭ്യാസം അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. ന്യായീകരണമാണ് ഇതൊക്കെ. മനസ്സിലായോ? പറയാനുള്ളൊരു റീസൺ. ശരിക്കുള്ള കാരണം എന്തായിരിക്കും? ഇവിടെ ഒരുപാട് പിള്ളേരുണ്ടല്ലോ പഠിക്കുന്നവർ, ദൂരെ മാറിയെന്ന് പഠിക്കുന്നവർ. എപ്പോഴെങ്കിലുമൊക്കെ സ്വന്തം വീട്ടിൽ സ്വന്തം അമ്മയുടെ കൂടെ ഒക്കെ വന്ന് 2-3 ദിവസം അവർ നിൽക്കാറില്ലേ? അതുപോലെ നിൽക്കാറുണ്ടോ കിച്ചു നിങ്ങളുടെ കൂടെ? കിച്ചുവിൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ ഒരു ചോദ്യമാണ്, ഇതെല്ലാവരും ചോദിക്കും. നിങ്ങൾ ചോദിക്കത്തില്ലേ? വീഡിയോ കാണുന്നവരെ നിങ്ങൾ ചോദിക്കത്തില്ലേ? ചോദിക്കണം ഈ ചേച്ചിയോട് കമൻറ്റ് ബോക്സിലൂടെ. എന്തുകൊണ്ടാ? ബാക്കി അങ്ങനെ ഒരു ദുഷ്ട സ്ത്രീയാണെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല ഞാൻ. അല്ലല്ലോ. അപ്പൊ എന്നെ അറിയാവുന്നവർക്കറിയാം. എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇനി കുരു എങ്ങനെ എനിക്ക് പൊട്ടുന്നത്? കുരു എങ്ങനെ എനിക്ക് പൊട്ടും? എന്റെ കടമ 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ ഞാൻ അമ്മയെ പോലെ തന്നെ നോക്കിയെങ്കിൽ എന്റെ കടമ ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ആരെയും ഇറക്കി വിട്ടിട്ടില്ല. എന്റെ മകനല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ. 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ നോക്കിയാൽ കടമ അങ്ങ് തീർന്നു അല്ലേ രേഷ്മ പി തങ്കച്ച? തീർന്നു അല്ലേ? അല്ല, അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക കേട്ടോ. ഞാനൊന്ന് അമ്മയോടൊന്ന് ചോദിച്ചു നോക്കട്ടെ വീട്ടിലെ. അമ്മ 11 തൊട്ട് 18 വയസ്സ് വരെയൊക്കെ നോക്കി, അല്ലെങ്കിൽ ചെറുപ്പം തൊട്ട് 18 വയസ്സ് വരെ നോക്കിയാൽ നിങ്ങളുടെ കടമ കഴിഞ്ഞോ എന്ന് ഞാൻ വേണമെങ്കിൽ എൻ്റെ അമ്മയോടൊന്ന് ചോദിച്ചു നോക്കാം. നിങ്ങളുടെ ആരുടെയെങ്കിലും അമ്മമാർ ഇത് പറയും. എൻ്റെ അമ്മ എന്തായാലും ഈ ഡയലോഗ് അടിക്കത്തില്ല. നിങ്ങളുടെ ആരുടെയെങ്കിലും അമ്മമാർ ഡയലോഗ് അടിക്കുമോ? കഴിഞ്ഞു, എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നടിക്കുമോ? വിവരം ഇല്ലാന്ന് മനസ്സിലായി കേട്ടോ. നേരത്തെ അറിയാം. ഇപ്പം വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെയൊക്കെ ലോകം കാണുമ്പോൾ, ബഹ്റിനിലേക്ക് പോകുമ്പോൾ, ദുബായിലേക്ക് പോകുമ്പോൾ, ഷാർജയിലേക്ക് പോകുമ്പോൾ ഇച്ചിരി വിവരമൊക്കെ ലോകത്തുള്ള ബാക്കി ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഇച്ചിരി ബുദ്ധി വികസിക്കുമായിരിക്കുന്നു. പക്ഷെ അതൊന്നും ഇല്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, അവർക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷെ എൻ്റെ പുന്നാര ചേച്ചി, നിങ്ങളുടെ ഈ സംസാരങ്ങൾ നിങ്ങൾ നിർത്ത്. സങ്കടം തോന്നുന്നു. സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിർത്തിക്കൂടെ നിങ്ങൾക്ക്? നിങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ ഇവിടെ ആരും നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യാൻ വരുന്നില്ല. നിങ്ങളുടെ ഈ നെഗറ്റീവ് ഒന്നും നമ്മൾ വന്നിരുന്ന് പോകാനൊന്നും പോകുന്നില്ല. പ്പനെ കൊണ്ട് എന്തെങ്കിലും കൊടുക്കാൻ ഞാൻ പറയുന്നില്ല. ഞാനല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. അതിന്റെ അടിയിലത്തെ വേറെ കമന്റ്, ആ കുഞ്ഞിനെ ഒന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകിച്ചു. എന്തിന്? ഈ കുഞ്ഞിനെ ഞാനല്ലേ നോക്കുന്നത്? ഈ പറയുന്നവനാണോ നോക്കുന്നത്? ഈ കമന്റ് ഇട്ടവനാണോ നോക്കുന്നത്? ഈ ബാഗ് മേടിച്ചു കൊടുക്കാനും ബുക്ക്, ഈ കുഞ്ഞിനുള്ള കാര്യങ്ങളെല്ലാം ഞാനല്ലേ ചെയ്യുന്നത്. ഞാൻ അമ്മയാണ്, ഞാൻ ചെയ്തിരിക്കും. അതിന്റെ അടിയിൽ കൂടി ഇങ്ങനെ കടന്ന് കമന്റ് ഇടേണ്ട കാര്യമുണ്ടോ? ഞാൻ കിച്ചുവിനോടോ അല്ലെങ്കിൽ സുധിച്ചേട്ടൻ്റെ വീട്ടുകാരോടോ ഞാൻ പറയുന്നില്ല ഇവന് കൊണ്ട് എന്തെങ്കിലും കൊടുക്ക്. പണ്ട് പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് ഞാൻ.
സുധിച്ചേട്ടൻ്റെ വീട്ടുകാരോട്, ചേച്ചി എടുത്തി അവർ തന്നിട്ടുമുണ്ട് കേട്ടോ, തന്നിട്ടില്ലെന്നൊന്നും പറയത്തില്ല. സുധിച്ചേട്ടൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ അവർക്ക് 2 മക്കൾ ഒരുപോലാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നും എൻ്റെ വിശ്വാസം ഒരുപോലാണെന്ന് തന്നെയാണ്. എനിക്കറിയില്ല ഇതിനകത്ത് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഒരുപോലാണെന്നാണ്. അവർക്ക് എനിക്കൊരുപോലാണ് എന്തായാലും 2 മക്കൾ. എന്നെ അമ്മ എന്ന് വിളിക്കുന്നോളം വരെ കിച്ചു എൻ്റെ മോൻ തന്നെയാണ്. ഇത് കൂടുതൽ ഞാൻ എന്താ പറയേണ്ടത്? ഇത് കൂടുതൽ എന്താ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നത്? ഇതാ കഴിഞ്ഞ ദിവസം വന്നെന്ന് പറഞ്ഞു, അവൻ്റെ വീടാണ്, കിച്ചുവിൻ്റെ വീട്. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഇറങ്ങി പോടാന്ന് പറഞ്ഞു? ഇല്ലല്ലോ. ഇത്രയും ഞങ്ങളെ എൻ്റെ വീട്ടുകാരെ പറ്റി പറഞ്ഞൊപ്പിച്ചില്ലേ? അവരെന്തെങ്കിലും മിണ്ടിയോ? കൊച്ചിനെ കൊണ്ടുവന്ന കാര്യം വന്നപ്പോൾ അമ്മയോട് ചോദിക്കാൻ പറഞ്ഞു. കൊച്ചിൻ്റെ അമ്മ ഞാനാ, അവനെ പ്രസവിച്ച അമ്മ ഞാനാ, ഋതപ്പനെ. അപ്പൊ എന്നോട് ചോദിക്കേണ്ട ഉത്തരവാദിത്വം കൊണ്ട് കിച്ചു. അതിന് കിച്ചു എന്നോട് അമ്മ കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ചു. ഇതിനകത്ത് എന്താ തെറ്റ്? നിങ്ങൾ പറ. ഇവിടെ നിന്നൊന്നും പറഞ്ഞു, അവന്റെ വീടാണ്, അവന്റെ മുറിയാണ്, അവൻ വരട്ടെ. അതുപോലെ ഋതപ്പന്റെ വീടാണിത്. ചേച്ചി ഞാൻ പറയുന്നില്ല അത് ഋതപ്പന്റെ വീടല്ലെന്നൊന്നും. അതുപോലെ തന്നെ ചേച്ചി പറയുന്നുണ്ടല്ലോ, ചേച്ചിയുടെ വീട്ടുകാരെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു, എന്നിട്ടും അവൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ വീട്ടുകാരൊന്നും പറഞ്ഞില്ല അവനെ. അല്ല, അവനെ എന്തു പറയാനാ നിങ്ങളുടെ വീട്ടുകാർ? എന്തു പറയാനാ? ചേച്ചി തന്നെ പറയുന്നുണ്ടല്ലോ അത് അവൻ്റെയും കിച്ചുവിൻ്റെയും വീടാണെന്ന്. ആണോ? അവരുടെ വീട്ടിലാ നിങ്ങളുടെ വീട്ടുകാർ നിൽക്കുന്നത്, മനസ്സിലായോ? ആ വീട്ടിൽ നിന്നുകൊണ്ട് അവനോട് വല്ലതും പറയാൻ പറ്റുമോ? പറ്റത്തില്ല. മനസ്സിലായോ ചേച്ചി? പിന്നെ വേറൊരു കാര്യം, ചേച്ചി കമൻറ്റ് ബോക്സ് കാര്യം പറയുന്നുണ്ടല്ലോ, ആരോ വന്ന് കമൻ്റ് ഇട്ടു. അല്ല, നിങ്ങൾ തന്നെയല്ലേ പറയുന്നത് ആരുടെയും വീഡിയോ കാണാൻ പോകുന്നില്ല, കമൻറ്റ് നോക്കാൻ പോകുന്നില്ല എന്ന്. എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ച് നിൽക്ക്, മനസ്സിലായോ? നമുക്കൊക്കെ അറിയാം എല്ലാ വീഡിയോകളും നിങ്ങൾ കാണുന്നുണ്ട്, കുത്തിയിരുന്ന് ഈ കമൻറ്റ് ബോക്സ് നോക്കുന്നുണ്ടെന്ന്. പൊന്നാര ചേച്ചി, നിങ്ങളോടുള്ള ഒരു എന്തോ ഇഷ്ടം എന്നൊന്നും പറയുന്നില്ല, ഒരു ചെറിയൊരു അലിവ്, ഒരു സ്ത്രീയാണല്ലോ, അതുകൊണ്ട് മാത്രം ലാസ്റ്റായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ നാക്കടക്കി വെക്ക്. നിങ്ങളിരുന്ന് എല്ലാം ഈ തോണ്ടി കണ്ടിട്ട് നിങ്ങൾക്ക് സങ്കടം വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും, ആർക്കാണെങ്കിലും സങ്കടം വരും. നിങ്ങൾ ആ പരിപാടിയൊക്കെ വിട്. നിങ്ങൾക്ക് ഈ കിട്ടുന്ന ഇനാഗുറേഷനോ ഷോർട്ട് ഫിലിമോ ഈ പരിപാടിയൊക്കെ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകും, സബ്സ്ക്രിപ്ഷനോ ഒക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോക്കോ. ഈ വന്നിരുന്ന് കഥ പറയാൻ നിൽക്കരുത്. അവിടെയാണ് നിങ്ങൾ വീണ്ടും വീണ്ടും കുഴിയിലോട്ട് വീണോണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ റിയാക്ട് ചെയ്യുന്നത് പോസിറ്റീവായിട്ട് നിങ്ങളെ എടുത്ത് തല വെക്കാൻ ഒന്നും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്തു തരായിരുന്നു, അതൊന്നും ഇല്ല ചേച്ചി, മനസ്സിലായോ? ഒന്നുമില്ല നല്ലത് പറയാൻ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാലോ. ഇപ്പം നിങ്ങൾ മറ്റേ ഡയലോഗ് അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാണ്, നിങ്ങൾ പറയുന്നതിനകത്ത് കാര്യമുണ്ട്, മറ്റേ ഹോസ്പിറ്റലിലെ സാധനങ്ങൾ പുറത്തേക്ക് വിടുന്നത് നടക്കുന്നത് പ്രശ്നമാണ്, അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നിങ്ങൾ പറഞ്ഞത് ശരിയാന്ന് പറയാം. അതല്ലാതെ ഒന്നുമില്ല നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് പറയാം നമുക്ക്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഞാൻ ഈ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.